സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ തിങ്കളാഴ്ചത്തെ മഹാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രിയങ്ക വരുൺ സ്റ്റെയർ കേസിൽ നിന്ന് തള്ളിയിട്ട് കാരണം തലപൊട്ടി ചോര വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ. പ്രിയങ്കക്കാണെങ്കിൽ ഇതുവരെ ബോധം വന്നിട്ടില്ല. അന്നേരം ഹോസ്പിറ്റലിൻ്റെ പുറത്ത് തന്നെ ടെൻഷനോടെ കാത്തിരിക്കുവാണ് രാധികയും സൂര്യയും പത്മിനിയൊക്കെ. ഇതേസമയം കൽപ്പനയും ഉർവശിയും പറഞ്ഞതറിഞ്ഞ് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് അലറി വിളിച്ച് കരഞ്ഞുകൊണ്ട് വരുവാണ് സുകുമാരി അമ്മ. അങ്ങനെ പുറത്ത് നിൽക്കുന്ന രാധികനെ സൂര്യയൊക്കെ കാണുന്നതും അവരോട് പൊട്ടിത്തെറിക്കുവാണ്ടോ, നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയല്ലേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒറ്റൊന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല, എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും, ജയിലിൽ കിടന്ന് അനുഭവിക്കും കണിമംഗലം കുടുംബം എല്ലാവരും. പിന്നീട് അകത്ത് ചെന്ന് സുകുമാരിയമ്മ പ്രിയങ്കേനെയൊക്കെ കാണുന്നുണ്ട്. പ്രിയങ്കക്കാണെങ്കിൽ ബോധം വന്നിട്ടില്ലല്ലോ. സുകുമാരിയമ്മ സങ്കടത്തോടെ പ്രിയങ്കയുടെ അരികിൽ ചെന്ന് കരയുക. എന്നാലും എൻ്റെ മോൾക്ക് ഗതി വന്നല്ലോ, മുത്തശ്ശി വന്ന് കണ്ണു തുറന്ന് നോക്കുമോളെ, നിന്നെ ഈ നിലയിലാക്കിയ ആരും മുത്തശ്ശി വെറുതെ വിടില്ല. അങ്ങനെ സുകുമാരി ആകെ സങ്കടത്തിൽ നിൽക്കുവാണ്. ഇതേസമയം ഈ വാർത്ത അറിഞ്ഞ് സിയേജത്ത് സുകുമാരിയമ്മേനെ ഓരോന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റുന്നുണ്ട്. നിയമപരമായി പ്രിയങ്ക ഇപ്പോഴും വരുണിൻ്റെ ഭാര്യയാണ്. അങ്ങനെയുള്ളപ്പോൾ പ്രിയങ്കയോടെ ആ കുടുംബത്തിലുള്ള ആരെങ്കിലും ഈ അക്രമം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരെയും നിങ്ങൾക്ക് കോടതി കയറ്റാൻ പറ്റും. അതുവഴി വരുണിൻ്റെ അധികം തമ്മിലുള്ള ബന്ധം വരെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം. അങ്ങനെ പോലീസുകാരൻ്റെ ആ വാക്കൊക്കെ കേട്ട് വരുണിൻ്റെ അധികനെയും ജയിലിൽ കയറ്റാൻ തന്നെ തീരുമാനിക്കുവാണ് കേട്ടോ സുകുമാരി. പിന്നീട് ഡോക്ടറെ വിളിപ്പിച്ചതനുസരിച്ച് സൂര്യയും പത്മിനിയും സുകുമാരിയമ്മയ്ക്ക് ഡോക്ടറിനെ കാണാനായിട്ട് പോകാൻ തുടങ്ങുക. ഈ സമയം രാധികയും വരാൻ പോകുമ്പോൾ സുകുമാരിയമ്മ രാധിക തുടങ്ങണേ, നീ എങ്ങോട്ടാ, എൻ്റെ മോളി അവസ്ഥയിലാക്കിയത് നീ ഒറ്റൊരുത്തിയാ, ഇനി നീ അവൾ ചത്തോ ജീവിച്ചോ എന്നറിയാനായിട്ട് അങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ തന്നെ നിർത്തുവാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ചേർന്ന് ഡോക്ടറിൻ്റെ അരികിലെത്തുവാണ്. ഈ സമയം അവിടുത്തെ ആ ഡോക്ടറാണെങ്കിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം തന്നെയാണ് കേട്ടോ അവരോട് തുറന്നു പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായത്, പ്രിയങ്ക ഗർഭിണിയാണ്. അത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടലോട് കൂടി വിശ്വസിക്കാനാവുന്ന നിൽക്കുക. എന്ത്, എൻ്റെ മോള് ഗർഭിണിയാണെന്നോ? ഡോക്ടർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതായിരിക്കും. അല്ല, ഞങ്ങൾ വ്യക്തമായിട്ട് പരിശോധിച്ചിട്ടാണ് പറയുന്നത്, പ്രിയങ്ക പ്രഗ്നൻ്റ് ആണ്. പ്രിയങ്കേൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ട്. ഈ വാർത്ത കേട്ടിട്ട് അവരെല്ലാവരും ഷോക്കായി നിൽക്കുവാണ്. എന്താ സംഭവിച്ചതെന്ന് സുകുമാരി നമുക്കും മനസ്സിലാകുന്നില്ല കേട്ടോ. അങ്ങനെ ഈ വാർത്ത അറിയുന്ന രാധികയും ഞെട്ടിപ്പോകുവാണ്. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്, പ്രിയങ്ക ഗർഭിണിയാണെന്നോ, ഇത് എങ്ങനെ സംഭവിച്ചു? പിന്നീട് ഈ വാർത്ത ആറ്റുവാശ്ശേരിയിലുള്ളവരും അറിയുന്നുണ്ട്. അങ്ങനെ ദേവനും യശോദയ്ക്ക് ഈ കാര്യം അറിഞ്ഞ് ചങ്ക് തകർന്ന് നിൽക്കുവാണ് കേട്ടോ. കണിമംഗലത്ത് എല്ലാവരും ഇതറിഞ്ഞ് ഷോക്കാക്കുവാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുകയെന്നറിഞ്ഞ് ഭ്രാന്തെടുത്ത് നിൽക്കുവാണ് അവരെല്ലാവരും. ഇതേസമയം സുകുമാരിയാണെങ്കിൽ ഇതിന് വരുണിൻ്റെ രാധികയുടെയും ജീവിതം തകർത്ത് പ്രിയങ്കയെ കണിമംഗലത്ത് മരുമകളാക്കാനുള്ള ആയുധമാക്കി മാറ്റാൻ വേണ്ടി തന്നെ തീരുമാനിക്കുവാണ്. എന്താ അവൾക്ക് സംഭവിച്ചതെന്നറിയില്ല, എങ്ങനെയാ അവൾ ഗർഭിണിയായതെന്നും അറിയില്ല. എന്താണെങ്കിലും ഇതിൻ്റെ ഉത്തരവാദിത്തം വരുണിനെ കൊണ്ട് തന്നെ ഈ സുകുമാരി ഏറ്റെടുപ്പിച്ചിരിക്കും. പ്രിയങ്ക ഗർഭിണിയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദി വരുൺ തന്നെയാണ്. വരുണല്ലേ അവളുടെ കഴുത്തിൽ താലിയിട്ടത്, ഇത്രയും നാളും അവൻ്റെ പോലെ അവൾ ജീവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് എൻ്റെ മോളുടെ ജീവിതത്തിന് വേണ്ടി നീ വരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോണം എന്ന് രാധികയോട് പറയുന്നുണ്ട്. എന്നാൽ മുത്തശ്ശിയുടെ ഭീഷണിക്ക് മുമ്പിൽ രാധിക തോറ്റു കൊടുക്കുന്നില്ല. വരുണിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി എന്താണെങ്കിലും ഉണ്ടാവില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം രാധികയ്ക്കുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയെ വരുണും രാധികയും എങ്ങനെയായിരിക്കും അതിജീവിക്കാൻ പോകുന്നത്? പ്രിയങ്ക എൻ്റെ വയറ്റിൽ വരുന്ന കുഞ്ഞിൻ്റെ അച്ഛനാര്? അപ്പോൾ ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്